question number 13. The midpoints of the sides of triangle ABC are the points D, E, and F. Given that the coordinates of D, E, and F are 5, 1, 6, 5, and 0, 3 respectively. Find the coordinates of ABC. ഇവിടെ ക്വസ്റ്റ്യനിൽ എ ബി സി എന്നുള്ള ഒരു ട്രയാങ്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. എ ബി ആൻഡ് സി. അവയുടെ മിഡ് പോയിന്റ് ആയിട്ട് ഡി ഇ എഫ് എന്ന് തന്നിട്ടുണ്ട്. ഡി ഇ ആൻഡ് എഫ്. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സും കൂടെ തന്നിട്ടുണ്ട്. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് 5, 1 ആൻഡ് 6, ഇയുടെ കോർഡിനേറ്റ് 6, 5 ആൻഡ് എഫിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത് 0, 3 ആണ്. ദെൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എയുടെയും ബിയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മിഡ് പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എക്ക് നമ്മൾ x1, y1 എന്ന കോർഡിനേറ്റ്സ് കൊടുക്കാം. ദെൻ x2, y2, b x2, y2 ആയിട്ട് എടുക്കാം. ദെൻ c x3, y3 ആയിട്ടും എടുക്കാം. പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണാണ്ട് ഇക്വേഷൻ ആണ് x1 പ്ലസ് x2 by 2 and x coordinate and y coordinates y1 plus y2 divided by 2. ഇതാണ് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ദെൻ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. എ ബി എന്നുള്ള പോയിന്റിന്റെ മിഡ് പോയിന്റ് ആണ് ഇത് വരുന്നത് ഡി. D is equal to x1 plus x2 divided by 2 and y1 plus y2 divided by 2. Then x coordinateും y coordinateും തന്നിട്ടുണ്ട്. അപ്പോഴെങ്ങനെ വരും? 5, 1 ഡിയുടെ കോർഡിനേറ്റ്സ് ആണ്. അതുപോലെ തന്നെ x1 plus x2 by 2 ഇത് y1 plus y2 by 2. Then x1 plus x2 by 2നെ എങ്ങനെ മാറ്റി എഴുതാം? ഇത് എക്സ് കോർഡിനേറ്റ് ആണ്. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ തന്നത് കൊണ്ട് തന്നെ 5 ആണ് എക്സ് കോർഡിനേറ്റ് വരുന്നത്. Then x1 plus x2 by 2 is equal to 5 and y1 plus y2 divided by 2 is equal to 1, y coordinate. Then x1 plus x2 equal to, ഇവിടെ 2 ഡിവിഷൻ ആണ്. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. ദാറ്റ് ഈസ് 5 into 2 is 10. Equation number 1 and y1 plus y2 is equal to 2 into 1. 2 into 1 is 2. Then equation number 2 ആണ് വരുന്നത്. Then midpoint of BC. BCയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. BCയുടെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ BCയുടെ മിഡ് പോയിന്റ് ഇ ആണ്. BCയുടെ മിഡ് പോയിന്റ് that is x2 plus x3. x2 plus x3 divided by 2, y2 plus y3 divided by 2 എന്ന് കിട്ടും. ഇവിടെ ഇയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 6, 5 equal to x2 plus x3 by 2, y2 plus y3 by 2. That is x2 plus x3 by 2 equal to 6. X coordinate is 6 and y coordinates y2 plus y3 by 2 is equal to 5.
then ഇതിനെ മാറ്റി എഴുതുമ്പോൾ x1 plus x3 equal to 2 into 6 12, equation number 3. And y2 plus y3 is equal to 5 into 2 is 10, equation number 4. Midpoint of midpoint of AC ആണ്. ACയുടെ മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത് എഫ് ആണ്. എഫിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ എഴുതാം? x1 plus x3, സിയുടെ എക്സ് കോർഡിനേറ്റ് x3 by 2 and y1 plus y3 by 2. ഇവിടെ എഫ് 0,3 ആണ്. എഫിന്റെ കോർഡിനേറ്റ് 0,3 ആണ്. then x1 അതിന് ഏത് ഈക്വൽ ആണ്? x1 plus x3 by 2 and y1 plus y3 by 2. that is x1 plus x3 by 2 is equal to 0 and y1 plus y3 by 2 is equal to 3. then x1 plus x3 is equal to 0 into 2, that is 0, equation number 5. and y1 plus y1 plus y3 is equal to 3 into 2, 6, equation number 6. then x coordinate കാണാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. x coordinate കാണാൻ ഇക്വേഷൻ 3x കോർഡിനേറ്റ് വരുന്ന x1 plus x2 equal to 10 ഫസ്റ്റ് ഇക്വേഷൻ, അതുപോലെ തന്നെ തേർഡ് ഇക്വേഷൻ ആൻഡ് ഫിഫ്ത്ത് ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 5. ഈ 3 ഇക്വേഷൻസും ആഡ് ചെയ്യുമ്പോൾ എന്താണ് എക്സ് കോർഡിനേറ്റിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന് നോക്കാം. then x1 പ്ലസ് ആദ്യം LHS തമ്മിൽ ആഡ് ചെയ്യാം. 3 ഇക്വേഷൻ്റെയും LHS തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് x1 പ്ലസ് x2 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x1 പ്ലസ് x3. then RHS 10 plus 12 plus and 0 plus 0. then x1 plus x2 1x1 plus 1x1 is equal to 2x1. അതുപോലെ തന്നെ x2 plus x2 2x2 and x3 plus x3 2x3. that is 2x1 plus 2x2 plus 2x3 equal to 10 plus 12. 10 plus 12 is 22. therefore x1 plus, so 2 എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ബ്രാക്കറ്റിന് ഔട്ട്സൈഡിൽ എടുത്താൽ 2 into x1 plus x2 plus x3 equal to 22 എന്ന് കിട്ടും. therefore x1 plus x2 plus x3 equal to 22 divided by 2. ഇവിടെ 2 LHSൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, RHSലേക്ക് മാറുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. so 22 divided by 2 is 11. that is x1 plus x2 plus x3 is equal to 11, equation number 7 എന്ന് എടുക്കാം. then x1 and x2, x1ൻ്റെയും x2ൻ്റെയും വാല്യൂ x1 plus x2 equal to 10 ആണെന്ന് ഇക്വേഷൻ നമ്പർ 1ലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ നമ്പർ 1 ഏത് നമ്മൾക്ക് അപ്ലൈ ചെയ്യാം? ഇക്വേഷൻ നമ്പർ 7ൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 7ൽ അപ്ലൈ ചെയ്യാം. അപ്പോഴെന്താണ് ചേഞ്ച് വരിക? x1 plus x2ന് എന്ത് ചേഞ്ച് വരും? 10 വരും. x1 plus x2 is equal to 10 ആണ്. so 10 plus x3 എന്ന് വരും.
7 എങ്ങനെ വരും? x10 plus x3 is equal to 11. Therefore, x3 is equal to 11 minus 10 equal to 1. That is x3 is equal to 1 എന്ന് കിട്ടി. Then എന്തെന്ന് അടുത്ത ഇക്വേഷൻ നോക്കൂ. അടുത്ത ഇക്വേഷനും ഇതേ കേസ് തന്നെ ഇവിടെ വരുന്നത്. x2 plus x3 അറിയാം 12 ആണ്. തേർഡ് ഇക്വേഷനിൽ x2 plus x3 12 ആണ്. ആ x2 plus x3 ഇതിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. 7 ഇക്വേഷൻ നമ്പർ 7 കൊടുത്ത് നോക്കുക എന്താണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. ഇക്വേഷൻ നമ്പർ 3 in 7. Then 7 will be എന്ത് വരും? x1 plus x2 plus x2 plus x3ക്ക് പകരം എന്ത് വരും? x2 plus x3ക്ക് പകരം എന്താണ് വരിക? 12 ആണ് വരിക. That is 12 is equal to 11. That is therefore x1 is equal to 11 minus 12 ആണ്. 11 minus 12 ആണ്. That is x1 is equal to ഏതാണ്? 12 ആണ് ഗ്രേറ്റർ നമ്പർ. അതുകൊണ്ട് തന്നെ മൈനസ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ നോക്കണം. അത് മാറിപ്പോകാൻ വെള്ള സൈൻ ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. നെഗറ്റീവ് 12 ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? -1 എന്ന് ആൻസർ വരും. Therefore x3യും x1ഉം കിട്ടി. then എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് എന്ത് കൂടെ വേണം? x2ന്റെ വാല്യൂവും കൂടെ അറിയണം. x2വും കൂടെ നമ്മൾക്ക് അറിയാനുണ്ട്. സോ x2വും കൂടെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. x1 plus x3 equal to 0 ആണെന്ന് ഇക്വേഷൻ നമ്പർ 5 അത് ഏതിൽ കൊടുക്കുക? ഇക്വേഷൻ നമ്പർ 5 in ഇക്വേഷൻ നമ്പർ 7. So 7 become എന്തായി? 7 എന്ത് ചെയ്യും? ഇക്വേഷൻ നമ്പർ 7 എങ്ങനെ ചേഞ്ച് വരും? x2 plus x1 plus x3 plus x3 is 0 ആണ്. That's equal to 11. Therefore x2 is equal to 11. ഇപ്പോൾ x കോർഡിനേറ്റ് കിട്ടി. x1ഉം കിട്ടി, x2ഉം കിട്ടി, x3യും കിട്ടി. then എന്ത് കൂടെ കണ്ടുപിടിക്കണം? y കോർഡിനേറ്റും കൂടെ കണ്ടുപിടിക്കണം. സെയിം പ്രൊസീജിയർ തന്നെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 plus equation number 4 plus equation number 6. That is equation number 2, y1 plus y2 plus y2 plus y3 plus y1 plus y3 equal to RHS വരുന്നത് 2 plus 10 plus 6 ആണ് വരുന്നത്. എല്ലാത്തിലും y1 plus y1 2y1 അതുപോലെ തന്നെ y2 plus y2 2y2 and y3 plus y3 2y3 എന്നുണ്ട്. that is 2 കോമൺ ആയിട്ട് എടുക്കാം. 2y1 plus y2 plus y3 is equal to 10 plus 2 is 12. 12 plus 6 is 18. Therefore y1 plus y2 plus y3 is equal to 18 divided by 2, that is 9. Equation number 8 എന്ന് കൊടുക്കാം. So equation number 8 എന്താണ്? y1 plus y2 plus y3 is equal to 9 ആണ് equation number 8 ആയിട്ട്. y1 plus y2 plus y3 is equal to 9. Equation number 8. Then y1 plus y2 equation number 2 നമ്മൾക്കറിയാം 2 ആണ്. y1ഉം y2ഉം എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. സോ 8 equation number 8 എങ്ങനെ ചേഞ്ച് ചെയ്യാം? 2 plus y3 is equal to 9. Therefore y3 is equal to 9 minus 2. 9 minus 2 is 7. y3 കിട്ടി. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം? y1ഉം y2ഉം കണ്ടുപിടിക്കണം.
Then next വരുന്നത് equation number 4. Equation number 4 ഏതിൽ കൊടുക്കാം? Equation number 8 കൊടുക്കാം. Then equation number 8 എങ്ങനെ ചേഞ്ച് ചെയ്യും? y2 plus y3 plus y3 10 ആണ്. Therefore y1 plus 10 is equal to 9. Therefore y1 is equal to 9 minus 10 equal to minus 1. Therefore y1 ന്റെ ആൻസർ ആണ് -1 എന്ന് കിട്ടി. Then last one equation number 6. Equation number 6 ഏതിൽ അപ്ലൈ ചെയ്യാം? Equation number 8 അപ്ലൈ ചെയ്യുമ്പോൾ y2 y1 plus y3 6 ആണ്. y1 plus y3 6 ആണ്. Therefore y2 plus y1 plus y3 ക്ക് പകരം 6 equal to 9. Therefore y2 is equal to 9 minus 6 equal to 3. ഇവിടെ x കോർഡിനേറ്റും അതുപോലെ തന്നെ y കോർഡിനേറ്റ്സും നമ്മൾ കണ്ടെത്തി. ദെൻ എന്താണ് ഇതിന്റെ കോർഡിനേറ്റ്സുകൾ തമ്മിൽ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് നമ്മൾക്ക് പോയിന്റ്സിന് കോർഡിനേറ്റ്സ് നമ്മൾക്ക് കൊടുത്തു നോക്കാം. ഏതൊക്കെ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്? എ, ബി ആൻഡ് സി ആണ്. Then a ഇവിടെ എന്താണ്? x1 y1 ആണ് a വരുന്നത്. a is x1 y1 ആണ്. ഇവിടെ x1 ഏത് വാല്യൂ ആണ് x1 ന് കിട്ടിയത്? x1 is equal to -1. x1 -1 ആണ്. x1 -1 ഉം അതുപോലെ തന്നെ y1 is -1. Then point b എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് x2 and y2. Therefore x2 ക്ക് പകരം 11 എന്ന് വന്നു. ആൻഡ് y2 ന് പകരം ഏതാണ്? 3 ആണ് കിട്ടിയത്. y2 ന് പകരം 3 ആണ് കിട്ടിയത്. Then point c x3, y3. Then x3 യുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? x3 is equal to 1. x3 is equal to 1 and y3 is 7. Therefore 3 പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് കിട്ടി. a is equal to y -1 b 11, 3 and c 1, 7. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Then next question നോക്കാം. Question number 14. A city has 2 main roads which cross each other at the center of the city. These 2 roads are along a north-south direction and east-west direction. All the other streets of the city run parallel to these roads and they are 200 meters apart. There are 10 streets in each direction. Using 1 centimeter is equal to 200 meters, draw a model of the city in your notebook. Represent the roads or street by single lines. There are the streets. Second question, there are the streets intersection in the model. Each street intersection is formed by 2 streets, one running in the north-south direction and another in the east-west direction. Each street intersection is referred to in the following manner. If the second street running in the north-south direction and fifth street running in the east-west direction meet at some crossing, then we call this street intersection 2,5. Using this convention, find how many street intersection can be referred to as 4,3, and next is how many street intersection can be referred to as
3,4. ഇതാണ് ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. സോ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഒരു സിറ്റി ആ സിറ്റിയിൽ 2 മെയിൻ റോഡ് ഉണ്ട്. ആ മെയിൻ റോഡ് പാസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണെന്ന് കൂടെ തന്നിട്ടുണ്ട്. 1 നോർത്ത് സൗത്തും സെക്കൻഡ് 1 ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുമാണ് 2 റോഡ് പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലൂടെയാണ് റോഡ് പാസ് ചെയ്യുന്നതെന്നാ പറയുന്നത്. ഏത്? മെയിൻ റോഡ്. ഇത് രണ്ടുമാണ് മെയിൻ റോഡ്. ദെൻ എന്തുകൂടെ പറയുന്നുണ്ട്? ഇവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യും. കാരണം 2 റോഡ് ക്രോസ് ചെയ്തിട്ടാണ്. അപ്പൊ ഒന്ന് ഹൊറിസോണ്ടലായിട്ടും മറ്റേത് വെർട്ടിക്കലായിട്ടും റോഡുകൾ തമ്മിൽ പാസ് ചെയ്യുമ്പോൾ അവ ഓട്ടോമാറ്റിക്കലി അവ ഇന്റർസെക്ട് ചെയ്യും. കാരണം ഈ ഒരു സിറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ റോഡ് പാസ് ചെയ്യുന്നത്. ദെൻ അതിന്റെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഈ ഒരു സിറ്റി. ഇതൊരു സിറ്റി ആയിട്ട് ഒരു ഗ്രാഫ് നമ്മൾ സിറ്റി ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, സിറ്റി ആയിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1 റോഡാണ് നോർത്ത് സൗത്തിലേക്ക് ആൻഡ് സെക്കൻഡ് റോഡ് ഈസ്റ്റ് വെസ്റ്റിലേക്കാണ്. അപ്പോൾ ഈ 2 റോഡുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പൊസിഷൻ, ആ ഒരു പോയിന്റ് എന്താണ്? സിറ്റിയുടെ സെന്റർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിറ്റിയുടെ സെന്റർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ദെൻ എന്തുകൂടെ പറയുന്നുണ്ട്? ഇതുപോലെ നോർത്ത് സൗത്തിന് പാരലൽ ആയിട്ട് എത്ര റോഡ് വരുന്നുണ്ട്? 10 റോഡ്സ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നോർത്ത് സൗത്തിന് പാരലലായി 10 റോഡ്സ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നോർത്ത് സൗത്തിന് പാരലായിട്ട് എങ്ങനെ നമുക്ക് വരയ്ക്കാം? നോർത്ത് സൗത്തിന് പാരലായിട്ട് 10 റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾക്ക് 5 റോഡ്സ് എടുക്കാം. ദെൻ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് 5 റോഡ് എടുക്കാം. ഇത് നോർത്ത് സൗത്തിന് സമാന്തരമായിട്ടാണ്. അതായത് എക്സ് ആക്സിസിലെ 1 പോയിന്റിലെത്തുമ്പോൾ 1 യൂണിറ്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് റോഡ് 2 യൂണിറ്റിലൂടെ കടന്നു പോകുന്നു. ഈ രീതിയിൽ 5 റോഡ് ഇതിൽ രേഖപ്പെടുത്താം. അതായത് ഇവിടെ സെന്റിമീറ്റർ എന്ന് ഇവിടെ 1 യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. 1 യൂണിറ്റിനെ 1 സെന്റിമീറ്റർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് 0 നിന്നും ഇവിടേക്ക് ഫസ്റ്റ് 1 യൂണിറ്റിലേക്ക് എത്തുമ്പോൾ 1 സെന്റിമീറ്റർ ആയിട്ടാണ് സ്കെയിൽ എടുത്തിട്ടുള്ളത്. ബട്ട് ഈ 1 സെന്റിമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 200 മീറ്റർ ആണ്. അതായത് 2 റോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 200 മീറ്റർ ആണ്. നമ്മൾക്ക് ഒരു ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ 200 മീറ്റർ ഒക്കെ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ 1 സെന്റിമീറ്റർ സ്കെയിൽ ചുരുക്കിയിട്ട് 1 സെന്റിമീറ്റർ ഏതിന് ഈക്വൽ ആയിട്ടാണ് കണക്കാക്കുന്നത്? 200 മീറ്റർ. ഇവിടുന്ന് ഇവിടേക്ക് 1 സെന്റിമീറ്റർ എടുക്കുക. ഇവിടുന്ന് 1 സെന്റിമീറ്റർ. ആ രീതിയിലാണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഗ്രാഫ് അടയാളപ്പെടുത്തുന്നത്. സോ ആ 1 സെന്റിമീറ്റർ എന്തായിരിക്കും? 200 മീറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഈ ഒരു മെയിൻ റോഡിന്ന് ഫസ്റ്റ് റോഡിലേക്ക്, അതിന് പാരലൽ ആയിട്ടുള്ള മെയിൻ റോഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് വരുന്നത്? 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. ഈ രീതിയിൽ 5 റോഡ് ഇവിടെ വരക്കുന്നത്. ഇത് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഏകദേശം ഈ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. അതുപോലെ റൈറ്റിലേക്ക് 5 റോഡ് വരയ്ക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും നോർത്ത് സൗത്തിന് പാരലായിട്ട് 5 റോഡ് ഈ രീതിയിൽ ഇവിടെ അടയാളപ്പെടുത്താം. Then next
ഇത് നോർത്ത് സൗത്തിന് സമാന്തരമായിട്ട് പാരലൽ ആയിട്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ദെൻ ഇതിന് പാരലൽ ആയിട്ട് വരക്കണം ഈസ്റ്റ് വെസ്റ്റിന് പാരലൽ ആയിട്ട് ഇതേ രീതിയിൽ തന്നെ 10 റോഡ് മൂവ് ചെയ്യുന്നുണ്ട്, 10 റോഡ് റൺ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള റോഡിന് സമാന്തരമായി, ഈസ്റ്റ് വെസ്റ്റ് റോഡിന് സമാന്തരമായി 10 റോഡ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗ്രാഫിലേക്ക് വരയ്ക്കാം. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് if the second street running in the north south direction, സെക്കൻഡ് സ്ട്രീറ്റ് ഏത് ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നതെന്നാ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് സ്ട്രീറ്റ് ഇത് ഫസ്റ്റ് റോഡായിട്ട് എടുക്കാം, അതുപോലെ ഇത് സെക്കൻഡ് റോഡായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലൈനാണ് സെക്കൻഡ് റോഡായിട്ട് വരുന്നത്, നോർത്ത് സൗത്തിന് പാരലലായിട്ട് പാസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫിഫ്ത്ത് സ്ട്രീറ്റ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, ഫിഫ്ത്ത് സ്ട്രീറ്റ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ എന്നാ പറഞ്ഞത്. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റിന് പാരലലായിട്ട് അഞ്ചാമത്തെ ലൈനാണ് ഫിഫ്ത്ത് സ്ട്രീറ്റ് ആയിട്ട് ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലൂടെ, അഞ്ചാമത്തെ യൂണിറ്റിലൂടെയാണ് ഈ ഒരു ലൈൻ കടന്നു പോകുന്നത്. സോ ഇവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ഇവിടെ 2 വരയ്ക്കുമ്പോഴും ഈ 2 എന്നുള്ള ലൈനും 5 എന്നുള്ള ലൈനും എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിലാണ്. ഇവിടുന്ന് ഇവിടേക്കും അതുപോലെ ഇവിടുന്ന് ഇവിടേക്കുമുള്ള ഈ 2 ലൈൻ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇതേ രീതിയിൽ എന്ത് കണ്ടുപിടിക്കണം, ഹൗ മെനി സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ ക്യാൻ ബി റിഫേർഡ് ടു ആസ് 4,3 എന്നുള്ള ആ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ കണ്ടുപിടിക്കണം. 4 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ് ആണ്, അതായത് എക്സ് നോർത്ത് സൗത്തിന് പാരലാണ്. ഫസ്റ്റ് ഏതാ പറയുന്നത്, 2 എന്നുള്ളത് ഇവിടെ നോർത്ത് സൗത്തിന് പാരലൽ ആയിട്ടാണ് വരുന്നത്, അതായത് എക്സ് ആക്സിസിലെ യൂണിറ്റ് ആയിരിക്കും അങ്ങനെയെങ്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എക്സ് കോർഡിനേറ്റ് നോർത്ത് സൗത്തിന് പാരലൽ ആയിട്ട് വരുന്നത് 4ഉം ഈസ്റ്റ് വെസ്റ്റിന് പാരലൽ ആയിട്ട് വരുന്നത് 3യുമാണ്. ഇവിടെ 4 എന്നുള്ള ലൈൻ നോക്കുക, ഈ ഒരു ലൈനാണ് 4 ആയിട്ട് ഇവിടെ വരുന്നത്. ദെൻ 3 എന്നുള്ള ലൈൻ ഇവിടെ നോക്കുക, വൈ ആക്സിസിൽ, അതായത് ഈസ്റ്റ് വെസ്റ്റിന് പാരലൽ ആയിട്ടുള്ള വൈ ആക്സിസിലെ യൂണിറ്റ് 3. ഈ 3 എന്നുള്ള ലൈൻ 3 എന്നുള്ള യൂണിറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണിത്. അപ്പോൾ ഇവിടുന്ന് എക്സ് എന്നുള്ള യൂണിറ്റിലൂടെ പാസ് ചെയ്യുന്ന 4ഉം 3യും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് ഇവിടേക്കുമാണ് ഈ 4 യൂണിറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനും 3 യൂണിറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ് ലഭിക്കുന്നത്. ഇതാണ് 4,3 ആയിട്ട് വരുന്നത്. ഇപ്പൊ ഈ ഒരു പോയിന്റിന്റെ പൊസിഷനാണ് 4,3. അങ്ങനെയെങ്കിൽ ഈ 2 ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നത് 4,3യിലാണ് ഇവ ഇന്റർസെക്ട് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിലാണ്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഹൗ മെനി സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ ക്യാൻ ബി റിഫേർഡ് ടു ആസ് 4,3. ഇത് ഈ 4,3 എന്നുള്ളത് വേറെ ഏതെങ്കിലും ഈ 4,3 എന്നുള്ള ഈ പോയിന്റ് വേറെ എവിടെയെങ്കിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ, ഇതേ പൊസിഷനിൽ വരുന്നത് 4,3 എന്നുള്ള പോയിന്റ്, 4,3 എന്നുള്ള പൊസിഷൻ, ഈ ഒരു പോയിന്റിന്റെ പൊസിഷനാണ് 4,3 എന്നത്. എക്സ് കോർഡിനേറ്റ് 4ഉം വൈ കോർഡിനേറ്റ് 3യുമായ ആ ഒരു പൊസിഷൻ. അപ്പോൾ ഇതേ രീതിയിൽ വേറെ എവിടെയെങ്കിലും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു റോഡ് തമ്മിൽ പാസ് ചെയ്യുമ്പോൾ ഇത് 4th റോഡാണ് നോർത്ത് സൗത്തിന് പാരലൽ ആയിട്ട്. ദെൻ ഇത് 3rd റോഡാണ് ഈസ്റ്റ് വെസ്റ്റിന് പാരലൽ ആയിട്ട്. അപ്പോൾ ഈ 2 റോഡും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും ഈ 2 റോഡുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഇവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. ഈ റോഡുകൾ തമ്മിൽ ഫോർത്ത്
നോർത്ത് സൗത്തിന് പാരലായിട്ടുള്ള 4th റോഡും ഈസ്റ്റ് വെസ്റ്റിന് പാരലായിട്ടുള്ള 3rd റോഡും ഈ ഒരു പോയിന്റിലെ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൗ മെനി സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ ക്യാൻ ബി റെഫേർഡ് ടു ആസ് 4 and 4,3 എന്നുള്ളത് ഓൺലി വൺ ഇന്റർസെക്ഷൻ. ഇവിടെ ഒരു പോയിന്റിൽ ഒരു ഇന്റർസെക്ഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ ഈ രണ്ട് റോഡുകളും തമ്മിൽ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹൗ മെനി സ്ട്രീറ്റ് ഇന്റർസെക്ഷൻ ക്യാൻ ബി റെഫേർഡ് ടു ആസ് 3,4. നെക്സ്റ്റ് 3,4 എന്നാ പറഞ്ഞത്. 3 എന്നുള്ളത് നോർത്ത് സൗത്തിന് പാരലായിട്ട് മൂവ് ചെയ്യുന്ന ലൈനാണ്, അതായത് റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് 3rd റോഡായിട്ട് വരുന്നത്. 3rd റോഡ് ദറ്റ് ഇസ് 3rd നോർത്ത് സൗത്തിന് പാരലായിട്ട്. ദെൻ ഫോർത്ത് റോഡ്, അതായത് ഈസ്റ്റ് വെസ്റ്റിന് പാരലായിട്ടുള്ള 4th റോഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ടു ലൈനും ഇന്റർസെക്ട് ചെയ്യുന്നത്, ഇവിടെ 4th റോഡാണ്. ഈസ്റ്റ് വെസ്റ്റിന് പാരലായിട്ട് 4th റോഡ് ഇവിടെയാണ് വരുന്നത്. ദെൻ നോർത്ത് സൗത്തിന് പാരലായിട്ടുള്ള 3rd റോഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ടു റോഡുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഈ ടു റോഡുകൾ തമ്മിൽ, വേറെ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്യും, പക്ഷെ ഈ ടു റോഡുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൺലി വൺ ഇന്റർസെക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആ ഇന്റർസെക്ഷന്റെ പൊസിഷനാണ് ഏത് എന്ന് പറയുന്നത്? അതിന്റെ പൊസിഷനാണ് 3,4 എന്ന് പറയുന്നത്. ഈ പോയിന്റിന്റെ പൊസിഷനാണ് 3,4 എന്ന് പറയുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓൺലി വൺ ഇന്റർസെക്ഷൻ മാത്രമേ ഇവിടെയും നടക്കുന്നുള്ളൂ. കാരണം ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ ടു ലൈൻ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എയും ബിയുടെയും ആൻസർ ഓൺലി വൺ ഇന്റർസെക്ഷൻ എന്നാണ്. അതായത് ഇത് യുണീക്ക് പോയിന്റ് ആണ് കിട്ടുക. ടു ലൈൻ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇന്റർസെക്ഷൻ നടക്കുന്ന ആ ഒരു പോയിന്റ് യുണീക്ക് ആയിരിക്കും. എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ വേറൊരു ഇന്റർസെക്ഷനും ഇവിടെ കാണാൻ പറ്റുന്നില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Question number 5. A computer graphic program displays images on a rectangular screen whose coordinate system has the origin at the bottom left corner. The screen is 800 pixels wide and 600 pixels high. A circular icon radius 80 pixels is drawn with its center at the point A 100, 150. Another circular icon of radius 100 pixel is drawn with its center at the point B 250, 230. Determine whether any part of either circle lies outside the screen, whether two circles intersect each other. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യനിൽ ഒരു റെക്റ്റാങ്കുലർ സ്ക്രീനായ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു ഗ്രാഫിക് ഇമേജസ് ഫോം ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്ത് അത് ഏതിലേക്ക് നമ്മൾ വരയ്ക്കണം? ഒരു ഗ്രാഫ് ഷീറ്റിൽ, ഒരു ഗ്രാഫ് പേപ്പറിൽ, അതായത് XY പ്ലെയിൻ ദാറ്റ് ഈസ് എക്സ് ആക്സിസ് ആൻഡ് Y ആക്സിസ്, XY പ്ലെയിൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് പ്ലെയിൻ ഓർ XY പ്ലെയിന് മറ്റൊരു നെയിമാണ് കോർഡിനേറ്റ് പ്ലെയിൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഒരു ഇമേജ് നമ്മൾ ഇതിലേക്ക് വരയ്ക്കുക. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഏത് ഇമേജാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സർക്കിളാണ്. 2 സർക്കിളാണ് വരയ്ക്കേണ്ടത്. ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ A ആണ്, അതിൻ്റെ കോർഡിനേറ്റ് ആണ് 100ഉം അതുപോലെ തന്നെ 150യും തന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് സർക്കിളായിട്ട് പറഞ്ഞത് അതിൻ്റെ സെക്കൻഡ് സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് തന്നിട്ടുള്ളത് B ആണ്.
ബിയുടെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 250,230 ആണ്. ഇങ്ങനെ 2 സർക്കിൾ തന്നിട്ടുണ്ട്. ആ 2 സർക്കിളും ഒരു ഗ്രാഫ് ഷീറ്റിൽ വരയ്ക്കണം. ഇവിടെ സ്കെയിലായിട്ട് പറഞ്ഞിട്ടത് പിക്സലാണ്, പിക്സലിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പിക്സലിൽ പറയാൻ കാരണം, നമ്മൾക്കറിയാം ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, കമ്പ്യൂട്ടറിൽ ഒരു ഇമേജസ് ഫോം ചെയ്യുന്നത് കുറേ ഡോട്ട്സ് ചേർന്നിട്ടാണ് ഒരു ഇമേജസ് ഫോം ചെയ്യുന്നത്. ഏതൊരു പിക്ചർ എടുത്താലും നമ്മളത് പിക്സലിലാണ് പറയുന്നത്. ആ ഡോട്ടിനെയാണ് എന്ത് പറയുന്നത്, പിക്സൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് പറയുന്നത് കമ്പ്യൂട്ടറിൽ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ ഇതെടുത്താലും അതിൻ്റെ സൈസ് പറയുന്നത് ഏതാണ്, പിക്സൽ എന്നുള്ളതിൽ, പിക്സലിലാണ് സൈസ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പിക്സലായിട്ട് 800 പിക്സൽ 100 പിക്സൽ എന്നൊക്കെ തന്നിട്ടുള്ളത്. സോ എന്ത് ചെയ്യണം, നമ്മൾക്കറിയാം ഒരു ഗ്രാഫ് ഷീറ്റ് എടുക്കുക. ആ ഗ്രാഫ് ഷീറ്റിൽ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് അടയാളപ്പെടുത്തുക. ദെൻ എന്ത് ചെയ്യണം, ഒരു റെക്റ്റാങ്കുലർ സ്ക്രീൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഈ ഒരു ലെങ്ത്ത് 800ഉം അതുപോലെ തന്നെ ഹൈറ്റ് 600ഉമായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ദറ്റ് ഈസ് റെക്റ്റാങ്കുലർ സ്ക്രീൻ, ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ പോലെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ വിഡ്ത്ത്, അതായത് ഇതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുള്ളത് 800 ആണ് എക്സ് ആക്സിസിൽ. ദെൻ ഹൈറ്റ് 600 ആണ്, ഹൈറ്റ് 600 ആണ്. 600ലാണ് റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത്. ഒരു റെക്റ്റാങ്കുലർ സ്ക്രീൻ ഫോം ചെയ്തു. ദെൻ എന്ത് ചെയ്യണം, ഇതിൽ പിക്സൽസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 100, 200, 300 ഈ രീതിയിൽ അപ് ടു 800 വരെയും, അതുപോലെ തന്നെ വൈ ആക്സിസിൽ 0 to 600 വരെയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഇവിടെ ഏത് സ്കെയിലാണ് 1 സെൻറ്റിമീറ്ററിന് എടുത്തിട്ടുള്ളത്, 1 സെൻറ്റിമീറ്റർ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്, 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എന്തെടുത്തു, 100 പിക്സലായിട്ടാണ്. 1 സെൻറ്റിമീറ്ററിനെ 100 പിക്സലായിട്ടാണ് എടുത്തത്. അതായത് 1 സെൻറ്റിമീറ്റർ ഏതിന് ഈക്വൽ ആണ്, 100 പിക്സലിന് ഈക്വൽ ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 10 സ്മോൾ പാർട്സ് ആയിട്ടാണ് സ്മോൾ പാർട്സ് അല്ലെങ്കിൽ സ്മോൾ ലൈൻസ് ആയിട്ടാണ് 1 സെൻറ്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈക്വൽ ആയിട്ടുള്ള സ്മോൾ പാർട്സ് ആയിട്ട് 10 സ്മോൾ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഇത് പോയിന്റ് ചെയ്യാൻ നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും കണ്ടുപിടിക്കാൻ. സോ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 100 പിക്സലായിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്താണ് ഫസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത്, ഫസ്റ്റ് നമ്മൾക്ക് പോയിന്റ് കണ്ടുപിടിക്കാനുള്ളത് എ എന്നുള്ള പോയിന്റാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. എ എന്നുള്ള പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. എയിലെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 100ഉം വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 150യുമാണ്, 150യുമാണ്. ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ്. എക്സ് ആക്സിസിലെ എക്സ് യൂണിറ്റ് എവിടെ, 100 യൂണിറ്റ് എവിടെയാണ് വരുന്നത്, ഫസ്റ്റ് 1 സെൻറ്റിമീറ്റർ ഫസ്റ്റ് തന്നെയാണ് 100 വരുന്നത്. സോ 100 ഈ ഒരു ലൈനിലാണ്. ദെൻ എന്ത് കൂടെ വേണം, 150 കൂടെ വേണം. 150 വൈ കോർഡിനേറ്റിലെ 150 എവിടെയായിരിക്കും വരിക, 50 എവിടെയായിരിക്കും വരിക, 0യും 100ൻ്റെയും ഇടയിലായിരിക്കും 50 വരിക. കാരണം 0 കഴിഞ്ഞ് 5 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്തതാണ് 50 ആയിട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത്. 10 ഈക്വൽ പാർട്സ് ആയിട്ട് 0 കഴിഞ്ഞ് 10th ലൈനിലാണ് ഏത് വരുന്നത്, 100 വരുന്നത്. ദെൻ അങ്ങനെയെങ്കിൽ 50 വരുന്നത് എവിടെയായിരിക്കും, 10ൻ്റെ ഹാഫ് ആയിട്ട് വരുന്ന എവിടെയാണ്, 5 ആണ്. അപ്പോൾ ഇവിടെയാണ് 50 വരുന്നത്, 5th ലൈനിലാണ് 50 വരുന്നത്. ദെൻ അങ്ങനെയെങ്കിൽ 150 എവിടെയായിരിക്കും, 100ൻ്റെയും 200ൻ്റെയും സെൻറ്ററിൽ അതിൻ്റെ മധ്യത്തിലായിരിക്കും വരിക. ദാറ്റ് ഈസ് 150 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ 100 എക്സ് കോർഡിനേറ്റും 150 വൈ കോർഡിനേറ്റുമായ പോയിൻ്റ് എവിടെയാണ് വരുന്നത്, ഈ ഒരു
ടു ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. ദാറ്റ് ഈസ് എ. ഇതാണ് എ എന്നുള്ള പോയിന്റ്. അതിൻ്റെ കോർഡിനേറ്റ്സ് 100,150. 100,150. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് സെക്കൻഡ് സർക്കിളിൻ്റെ സെൻറ്ററാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ബി. ബി എന്നുള്ള പോയിന്റ് എക്സ് കോർഡിനേറ്റ് 250, വൈ കോർഡിനേറ്റ് 230. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 250 കണ്ടുപിടിക്കണം. എക്സ് ആക്സിസിൽ നോക്കുക, 200-ൻ്റെയും 300-ൻ്റെയും ഇടയിലാണ്, സെൻറ്ററിലാണ് ഇത് വരുന്നത് 250. ഇവിടെയാണ് 250 എന്നുള്ള യൂണിറ്റ് വരുന്നത്. ദെൻ എന്തുകൂടെ വേണം? വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് 230 ആണ് വരുന്നത്. 230 എന്നുള്ളത് അപ്പോഴെന്തായിരിക്കും? 200 കഴിഞ്ഞിട്ട് 10th ലൈനാണ് 300 വരുന്നത്. അങ്ങനെയെങ്കിൽ 230 ഏതായിരിക്കും? തേർഡ് ലൈനായിരിക്കും. കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ഗ്രാഫ് പേപ്പർ എടുത്ത് കൗണ്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഈ ഒരു പോയിന്റിലാണ്, തേർഡ് ലൈനിലാണ് ഏത് വരുന്നത്? 230 എന്നുള്ള യൂണിറ്റ് വരുന്നത് വൈ കോർഡിനേറ്റിൽ. അപ്പോൾ 250 ആൻഡ് 230. 250 ഈ ലൈനിലാണ്. അതുപോലെ തന്നെ 230 വരുന്നത് ഈ ഒരു ലൈനിലാണ്, ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. 230 ആൻഡ് 250. ഗ്രാഫ് ഷീറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ ലൈൻ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വരക്കാം. ബി 250 ആൻഡ് 230. ബി എന്നുള്ള പോയിന്റാണ്. ദെൻ 2 സെൻറ്റർ കിട്ടി. രണ്ട് സർക്കിളിൻ്റെയും സെൻറ്റർ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്തറിഞ്ഞാൽ സർക്കിൾ വരക്കാം? റേഡിയസ് അറിയണം. എ എന്നുള്ള ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്. 80 പിക്സലാണ് റേഡിയസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഫസ്റ്റ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 80 പിക്സൽസ് ആണ്. 80 പിക്സൽസ് ആണ് റേഡിയസ്. അപ്പോൾ 80 എന്നുള്ള സ്കെയിൽ നമ്മൾക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് തന്നിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? ഇവിടെ തന്നിട്ടുള്ളത് 100 പിക്സലാണ്. സെക്കൻഡ് സർക്കിളിൻ്റെത് 100 പിക്സലാണ് റേഡിയസ് വരുന്നത്, 100 പിക്സൽസ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സർക്കിൾ വരക്കുന്നത്. അപ്പോഴെന്തറിയാം, എന്ത് ചെയ്യണം? ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പസ് എടുത്ത് എത്ര വേണം? 80 പിക്സൽ ഫസ്റ്റ് മെഷർ ചെയ്യണം. കോമ്പസ് യൂസ് ചെയ്യണം. കോമ്പസ് എടുത്ത് 80 എന്നുള്ള പോയിന്റ്, അതായത് 8th ലൈൻ, ഒരു 0 എന്നുള്ള പോയിന്റിൽ വെച്ച് അതിൽ 8ാമത്തെ ലൈൻ, അത് കഴിഞ്ഞ് 8th ലൈനിലാണ് നെക്സ്റ്റ് പോയിന്റ് വരേണ്ടത്. ദെൻ ആ രീതിയിൽ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? 80 പിക്സൽ മെഷർ ചെയ്തിട്ട് കോമ്പസിൽ ഫിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. നെക്സ്റ്റ് സർക്കിൾ വരയ്ക്കാം. റേഡിയസ് എന്തായിട്ട് എടുക്കണം? 1 സെൻറ്റിമീറ്റർ ആണ് 100 പിക്സൽ. ഇവിടെ 100 പിക്സലാണ് റേഡിയസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 സെൻറ്റിമീറ്റർ സ്കെയിലാണ് യൂസ് ചെയ്യേണ്ടത്. 1 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് എടുക്കേണ്ടത്. സോ ഈ രീതിയിലാണ് സർക്കിൾ വരയ്ക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വെദർ എനി പാർട്ട് ഓഫ് ദ സർക്കിൾ ലൈസ് ഔട്ട്സൈഡ് ദ സ്ക്രീൻ. ആണോ? അല്ല. നോ. ദ two circle are inside the സ്ക്രീൻ. സ്ക്രീനിന്റെ അകത്ത് തന്നെയാണ് 2 സർക്കിൾസും വരുന്നത്. അതുപോലെ വെദർ 2 സർക്കിൾസ് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇന്റർസെക്ട് ചെയ്യുന്നില്ലേ? 2 സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത് 80 പിക്സലും സെക്കൻഡ് സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത് 100 പിക്സലുമാണ്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. Question number 16. Plot the points A 2,1, B -1,2, C -2, and D 1, in the coordinate plane. Is ABCD a square? Can you explain why? What is the area of this square?
ഇവിടെ ക്വസ്റ്റ്യനിൽ 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. A 2,1, B -1,2, C -2, and D 1, -2. 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 4 പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സും കൂടെ തന്നിട്ടുണ്ട്. ഇത് ഏതിൽ വരയ്ക്കണം? ഒരു ഗ്രാഫ് പേപ്പർ എടുക്കുക. ദാറ്റ് ഈസ് കോർഡിനേറ്റ് പ്ലെയിൻ, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുക. ദെൻ ഈ പോയിന്റ് ഗ്രാഫിൽ രേഖപ്പെടുത്തുക. ദെൻ എന്ത് ചെയ്യണം? ആ പോയിന്റ്സിനെ തമ്മിൽ യോജിപ്പിക്കുക. ദെൻ എന്ത് കിട്ടും? 4 സൈഡ് കിട്ടും. 4 പോയിന്റ് ഉണ്ട്. ദെൻ അതെന്തായിരിക്കും? ഒരു കോർഡിനേറ്റർ ആയിരിക്കും. ആ കോർഡിനേറ്റർ എന്താണ്? സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ അതിന്റെ ഏരിയ കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എ എന്നുള്ള പോയിന്റ് എടുക്കുക. എ എന്നുള്ള പോയിന്റ് ഗ്രാഫിലേക്ക് എങ്ങനെ വരയ്ക്കുന്നു എന്ന് നോക്കാം. എ എന്നുള്ള പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 1 ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 എന്നുള്ള യൂണിറ്റ് വരുന്ന ലൈനും അതുപോലെ തന്നെ 1 എന്നുള്ള യൂണിറ്റ് വരുന്ന ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് എ ആയിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 2,1. ആൻഡ് നെക്സ്റ്റ് വൺ ബി എന്നുള്ള പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് -1ഉം വൈ കോർഡിനേറ്റ് 2ഉമാണ്. എക്സ് കോർഡിനേറ്റ് -1, അതായത് -1 വരുന്ന യൂണിറ്റുള്ള ലൈനും ദെൻ വൈ കോർഡിനേറ്റ് 2. ഈ ഒരു പോയിന്റ് ആണ്, 2 പോയിന്റ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണിത്. ദാറ്റ് ഈസ് -1,2 പോയിന്റ് ബി. ദെൻ നെക്സ്റ്റ് പോയിന്റ് സി ആണ്. എക്സ് കോർഡിനേറ്റ് -2ഉം വൈ കോർഡിനേറ്റ് -1ഉം. അപ്പോൾ സി എന്നുള്ള പോയിന്റ് ഇത് തേർഡ് ക്വാഡ്രന്റിലാണ്. -2 എക്സ് കോർഡിനേറ്റ് -2 ആൻഡ് വൈ കോർഡിനേറ്റ് -1. ഇവിടെയാണ് 2 ലൈനും ഇന്റർസെക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സി എന്നുള്ള പോയിന്റ് -2, -1. ദെൻ ഡി എന്നുള്ള പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 1ഉം വൈ കോർഡിനേറ്റ് -2ഉമാണ്. എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് -2. ഈ ഒരു പോയിന്റ് 2 ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഡി 1 ആൻഡ് -2. 4 പോയിന്റ്സും രേഖപ്പെടുത്തി. ദെൻ എന്ത് ചെയ്യണം? ഇവ തമ്മിൽ യോജിപ്പിക്കുക. എ ടു ബി വരെ 1 സൈഡ്, ദെൻ ബി ടു C, then C to D ലേക്ക്, C മുതൽ D വരെ, then A to D. അങ്ങനെ 4 സൈഡും കിട്ടി, 4 വേർട്ടെക്സ്, 4 പോയിന്റും കിട്ടി. ദെൻ ഇതെന്താണ്? ഒരു കോർഡിനേറ്റർ ആണ്. ഇനി എന്താണ് പറയുന്നത്? ഇത് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് സ്ക്വയർ ആവാനുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് 8th, അതുപോലെ 7th പഠിച്ചിട്ടുണ്ട്. ദെൻ പ്രോപ്പർട്ടീസ്, ഏതൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം? 4 സൈഡ് എന്തായാലും ഈക്വൽ ആയിരിക്കണം. എ ബി ഈസ് ഈക്വൽ ടു 4 സൈഡ് ഈക്വൽ ആയിരിക്കണം. എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു എ ഡി. ഈ 4 സൈഡും ഈക്വൽ ആയിരിക്കണം. അത് ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. ദെൻ എന്തുകൂടെ വേണം? ഇവയുടെ ഡയഗണൽസ് ഈക്വൽ ആണോ എന്ന് നോക്കണം. ഡയഗണൽ എ സി എന്നുള്ള ഡയഗണലും അതുപോലെ ബി ഡി എന്നുള്ള ഡയഗണലും ഈക്വൽ ആണോ എന്ന് നോക്കണം. 2 ഡയഗണൽസ് എ സി ഈസ് ഈക്വൽ ടു ബി ഡി. ദെൻ എന്തുകൂടെ വേണം? ഈ 2 കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ ഇത് റോംബസ് ആവാം, അല്ലെങ്കിൽ പാരലോഗ്രാം ഒക്കെ ആവാം. ദെൻ നമ്മൾക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? ഇവയുടെ ആംഗിൾ 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആംഗിൾ 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ഒന്നുകിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം, അല്ല എങ്കിൽ പെർപെൻഡിക്കുലർ, അതായത് ആംഗിൾ എ 90 ഡിഗ്രി ആവണമെങ്കിൽ എ ബി എന്നുള്ള ലൈൻ ഏതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം? എ ഡി എന്നുള്ള ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ പെർപെൻഡിക്കുലർ ആവാനുള്ള 2 ലൈൻ പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ബട്ട് 8th നിങ്ങൾ ആ ഒരു കണ്ടീഷൻ ഇത് പഠിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഈ ഒരു 2 ലൈൻ പെർപെൻഡിക്കുലർ ആവാനുള്ള ഒരു കണ്ടീഷൻ എവിടെയും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടില്ല പഠിച്ചതായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പ്രൊട്രാക്ടർ എടുക്കുക. ആ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട്
ഇവ 90 ഡിഗ്രി ആണോ, ഈ ഒരു 4 ആംഗിൾ 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. ഇവിടെ എന്നുള്ള ആംഗിൾ, എന്നുള്ള പോയിന്റിൽ വെച്ച് ഈ ഒരു ആംഗിൾ, എന്നുള്ള ആംഗിൾ 90 ഡിഗ്രി ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഈ ഒരു ആംഗിൾ ഇവിടെ 90 ഡിഗ്രി ആണ്. ഇതുപോലെ 4 ആംഗിളും ചെക്ക് ചെയ്താൽ എന്തായിരിക്കും, 90 ഡിഗ്രി കിട്ടും. അങ്ങനെയെങ്കിൽ എന്താണ്, ഈ 4 ആംഗിളും 90 ഡിഗ്രി ആണ്. ദെൻ എന്തായിരിക്കും, ഇതൊരു സ്ക്വയർ ആയിരിക്കും. ABCD എന്തായിരിക്കും, ഒരു സ്ക്വയർ ആയിരിക്കും. ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D എന്താണ്, 90 ഡിഗ്രി ആണ് എന്ന് ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഇവ ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. ഈക്വൽ ആണോ എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യണം. സൈഡ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സൈഡ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് കണ്ടുപിടിക്കണം, ഇവയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് ആണ്, ഡിസ്റ്റൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ AB എന്നുള്ള സൈഡിൻ്റെയും ഈ 4 സൈഡിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണം. ഫസ്റ്റ് തന്നെ A എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് സൈഡ് AB, അതിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. D ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. ഇവിടെ x1 ഏതായിട്ട് എടുക്കാം, x1ഉം A എന്നുള്ള പോയിന്റിനെ 2,1 x1 y1 ആയിട്ടും, അതുപോലെ BA മൈനസ് 1 2 x2 y2 ആയിട്ടും എടുക്കുക. ദെൻ x2 y2 എങ്ങനെ, x2 മൈനസ് x1 ഏതൊക്കെയാണ് വരുന്നത്, -1 -2 ഹോൾ സ്ക്വയർ പ്ലസ് y2 2 -1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1 -2, that is -3 whole square plus 2 - 1 square is equal to square root of 9 plus 1. -3 into -3 9, then 1 into 1 1, that is square root of 10 unit. ABയുടെ ലെങ്ത്, AB എന്നുള്ള സൈഡിൻ്റെ ലെങ്ത് 10 യൂണിറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് BC എന്നുള്ള സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് BC, x2 വരുന്നത് -2 ആണ്. -2 -1 ഹോൾ സ്ക്വയർ പ്ലസ് -1 -2 whole square, that's equal to square root of -2 minus of minus plus. അപ്പോൾ -2 plus 1 ആണ് വരിക. that is -1. 2 - 1 1. then വലിയ നമ്പർ ആയിട്ട് ഇവിടെ വരുന്നത് 2 ആണ്. that is അതിൻ്റെ സൈൻ മൈനസ് ആണ്. so -1 whole square plus -2, that is -3 whole square equal to square root of 9 plus 1 equal to square root of 10 unit. then next side ആയിട്ട് വരുന്നത് CD ആണ്. CD is equal to square root of സിയും ഡിയും ആണ്. x1 x2 വരുന്നത് 1 ആണ്. 1 -2 -2 ഹോൾ സ്ക്വയർ പ്ലസ് y കോർഡിനേറ്റ്സുകൾ തമ്മിൽ ഡിസ്റ്റൻസ് -2 -1 -2 -1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 minus of minus plus, that is 3 square. 1 plus 2 3 square plus minus of minus plus, that is -1 whole square equal to square root of 9 plus 1 equal to 10 unit.
then side DA is equal to square root of DA എന്നുള്ളത് x2 1 x1 2 എടുക്കേണ്ടത് 1 minus 2 whole square plus 2 square plus y2 minus 2 minus 1 minus 2 minus 1 whole square equal to square root of 1 minus 2. 1 minus 2 is minus 1 whole square plus minus 2 minus 1, that is minus 2 minus 1 ആണ് വരുന്നത്. minus 2 minus 1 is minus 3 whole square equal to square root of 9 plus 1 equal to square root of 10 unit. ഇതിൽ നിന്നും 4 യൂണിറ്റ് 10 യൂണിറ്റ് ആണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? 4 സൈഡും ഈക്വൽ ആണ്. 4 സൈഡും സ്ക്വയർ റൂട്ട് ഓഫ് 10 യൂണിറ്റ് ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ 4 സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. അതുപോലെ ആംഗിൾ ഈക്വൽ ആണ്. ദെൻ എന്ത് കൂടെ കണ്ടുപിടിക്കണം? ഡയഗണൽസ് ഈക്വൽ ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. ഡയഗണൽസ് ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഡയഗണൽസിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡയഗണൽസിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ -2 a is equal to 2, 1 and b is equal to c is equal to -2, -1 ആണ്. അപ്പോൾ ഈ 2 കോർഡിനേറ്റ്സും വെച്ചിട്ടാണ് ഡിസ്റ്റൻസ് AC എന്നുള്ള 2 പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. സോ d is equal to x1 y1 x2 y2 ആയിട്ട് എടുക്കാം. then x2 -2 minus 2 whole square plus y2 -1 minus 1 whole square, that's equal to square root of -2 that is -4 whole square plus -1 minus 2 whole square equal to square root of -4 into -4 16 plus -2 into -2 is 4, that is square root of 20. 16 plus 4 20, so 20 units, square root of 20 unit. Then next കണ്ടുപിടിക്കേണ്ടത് BD എന്നുള്ള ഡയഗണലിന്റെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് is equal to square root of BD dx2 x2 y2 ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ B എന്നുള്ള പോയിന്റിൽ കോർഡിനേറ്റ്സ് x1 y1 ആയിട്ട് എടുക്കുക. then x2 ഇവിടെ വരുന്നത് 1 ആണ്. then 1 minus -1 whole square plus -2 minus y coordinates 2 whole square equal to square root of 1 minus -1 is 2 whole square plus -2 that is -4 whole square equal to 2 square is 4 plus 4 -4 into -4 is 16, that is 20 unit. അങ്ങനെ ഡയഗണൽസ് 20 യൂണിറ്റും ഇതിൽ നിന്നും 2 ഡയഗണൽ 20 യൂണിറ്റ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് C is equal to BD. അങ്ങനെ 3 കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ഈ ഒരു ABCD എന്നുള്ള കോർഡിനേറ്റ് ഒരു സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കാം. ദെൻ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ. ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ദ സ്ക്വയർ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ്? area of square is equal to
ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു സൈഡ് സ്ക്വയർ. സൈഡ് സ്ക്വയർ ആണ് ഏരിയ കാണേണ്ട ഇക്വേഷൻ ആയിട്ട് വരുന്നത്. സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 4 സൈഡിൻ്റെയും യൂണിറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 10 ആണ്. സോ 10 സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 10 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 10 ഈക്വൽ ടു 10 ആണ്. The answer is 10 unit. Area of the square, square in the area 10 unit ആണ്. ഈ ഒരു വീഡിയോയിൽ 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.